നല്ല കഥ പറയുന്നത് പോലെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നതെന്നും പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ 38 വർഷമായിട്ട് സിനിമാ മേഖലയിൽ സംവിധായകനും എഴുതുകാനും ഒക്കെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള റോബിൻ തിരുമല എന്ന നമ്മുടെയൊക്കെ റോബിൻജിയെ ഈ അടുത്ത ഇടയായിട്ട് എല്ലാവരും വിളിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം റോബിൻജി. നമസ്കാരം. കുറെ നാളായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായിട്ട് ഐശ്വര്യ നമ്മുടെ എബിസിയില് ഇരുന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ? അതെ. എബിസി പ്രേക്ഷകരൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ, ഐശ്വര്യയോട് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അത് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഐശ്വര്യ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതെ, എന്താണ് സംവിധായകൻ എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും റോബിൻജിനെ അറിയാം. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ ഇവാഞ്ചലിസ്റ്റ് എന്നെല്ലാരും വിളിക്കാനുള്ള കാരണം എന്താ? ഈ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേരൊരു ബിബ്ലിക്കൻ പ്രയോഗമാണ്. ഇവിടെ ആളുകളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാര് ഒരു പുതിയ ഒരു കാലത്തിന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിളിച്ചു എന്നുള്ളൂ. പ്രചാരകൻ എന്നാണ് അവരുദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേഷന്റെ പ്രചാരകൻ എന്ന നിലക്കാണ്. ഞാൻ അതിന് വരാനൊരു കാരണം എന്ന് പറയുന്നത്, ഈ വീട്ടിൽ എന്താണ് സിനിമാ പ്രവർത്തകന് കാര്യം എന്ന് പറഞ്ഞാല്, അവിടെ സിനിമാ പ്രവർത്തകനും പ്രൊഫഷണൽ മറ്റേത് പ്രൊഫഷണൽ നിൽക്കുന്ന ആളുകൾക്കും ബിസിനസ്സുകാർക്കും ലോകത്തിലെ ഏത് സമസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഈ കാര്യത്തിൽ, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ കാര്യമുണ്ട്. ഇതില്ലാതെ നമുക്കറിയാലോ, ഐശ്വര്യക്ക് അറിയാലോ, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ അത്ര നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എന്നാൽ ഈ ഒരൊറ്റ ഘടകത്തിന്റെ അപര്യാപ്തത കൊണ്ട്, അതിന്റെ കുറവ് കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഞാൻ അടക്കമുള്ള ധാരാളം ആളുകളെ എനിക്ക് അടുത്തറിയാനും എൻ്റെ തന്നെ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനതിനെ മറികടന്നത്, എൻ്റെ ഉൾഭയങ്ങളെയൊക്കെ മറികടന്നത് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ്. അപ്പൊ എനിക്ക് മുന്നിലൂടെ കടന്നുപോയ ആളുകൾ, പുസ്തകങ്ങൾ, ലോകോത്തര നിലവാരമുള്ള പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള റോൾ മോഡൽസ്, അവരൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഗുരുകാരണവുമാണ്. ഇപ്പൊ എന്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ കർഷകരാണ് മുഴുവനും. അപ്പൊ ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തൊടുപുഴ, മൂവാറ്റുപുഴ, ഈ കോട്ടയം ഭാഗം നിന്ന് വന്നിട്ടുള്ള സെറ്റിലേഴ്സ് ആണ്. മധ്യ തിരുവിതാംകൂറിലെ ആളുകളാണ്. മധ്യ തിരുവിതാംകൂറിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായി സംസാരിക്കുന്ന ആളുകളാണ്. ഭാഷാപരമായിട്ട് നല്ല ഒരു ശുദ്ധതയൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബം. അപ്പൊ അമ്മാവന്മാരൊക്കെ ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ സമൂഹത്തിൽ വലിയ റെപ്യൂട്ടേഷനുള്ള ആളുകളാണ്. അപ്പൊ നിരന്തരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത അമ്മാവനൊക്കെ പ്രത്യേകിച്ച്. എൻ്റെ അമ്മ ആളുകളോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ അവരെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. ഒരു പൊതുവേദിയിൽ കയറി നിന്നിട്ട് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവുണ്ട്, കഥ പറയാനുള്ള കഴിവുണ്ട്, അതല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ആ സമയത്തൊക്കെ കലാകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ സ്കൂൾ തലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പൊസിഷൻ ചെയ്യപ്പെടുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കയറാൻ ഭയപ്പെട്ടിരുന്നു. ആ ഭയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടത്ര അളവിൽ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കാനുള്ള ആ ഒരു വിവരവും അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞ് പതുക്കെ നമ്മുടെ ലോകത്ത്, വായനയുടെ ലോകത്ത്, എഴുത്തിന്റെ ലോകത്തേക്ക് തിരിയാൻ അത് കാരണമായി. പക്ഷെ എങ്കിൽ പോലും കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നന്നായി സംസാരിക്കണം, നന്നായി കഥ പറയണം. ഇപ്പൊ നല്ലൊരു തിരക്കഥാകൃത്ത് നല്ല കഥ പറയുന്ന ആളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ മലയാളത്തിന്റെ പല വളരെ പ്രശസ്തരായിട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ, ഇപ്പൊ എം ഡി വാസുദേവൻ നായരോ ലോഹിയേട്ടനെ പോലെ, ലോഹിദാസിനെ പോലുള്ള ആളുകളോ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ അങ്ങനെ വലിയ തോതിൽ അസാമാന്യമായ രീതിയിൽ കഥ പറയുന്ന ആളുകളൊന്നും അല്ല. അവരൊക്കെ ഒരൊറ്റ വരിയിൽ കഥ പറയും, അത്രയേ ഉള്ളൂ. പക്ഷെ അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ എഴുത്തിലാണ്. അപ്പൊ ഒരു തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവ് എഴുത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ പൊതുവായി അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ കഥ പറയുന്ന ആളുകളായിരിക്കണം. അപ്പൊ ഞാനിങ്ങനെ നിരന്തരമായി എൻ്റെ റോൾ മോഡൽസ് ആയിട്ട് രഞ്ജിത്ത് ഏട്ടനെ പോലുള്ള ആളുകൾ, രഞ്ജിത്ത്, അതുപോലെ ഫാസില്, അതുപോലെ ഡയറക്ടർ ഭദ്രൻ, ജോൺ പോള്, ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. കഥ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള സിദ്ദിഖ് ലാൽമാര്. അപ്പം അങ്ങനെ നിരവധി ആളുകളൊക്കെ കണ്ട് അവർ കഥ പറയുന്ന രീതി, അവർ സംസാരിക്കുന്ന രീതിയൊക്കെ ഞാനിങ്ങനെ സാഗൂതം നോക്കി കണ്ടിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് അവരാണ് എൻ്റെ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട്, നന്നായി സംസാരിക്കുന്ന ആളുകൾ. അപ്പൊ എനിക്കത് ഡിമാൻഡ് ചെയ്യേണ്ട, സംസാരിക്കേണ്ട അവസരങ്ങൾ ധാരാളം വന്നപ്പോൾ ഞാൻ ഇവരെയൊക്കെ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പോർട്രേറ്റ് ചെയ്തിട്ട് കഥ പറഞ്ഞ് സംസാരിച്ചാണ് ഞാനിങ്ങനെ ഒരു നന്നായി കാര്യങ്ങളെ ഇമോഷണലി
ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒരു കഥയുടെ കഥാപാത്രങ്ങളെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കഥാപാത്രങ്ങളുടെ വൈകാരിക ഭാവങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറപ്പിച്ചുകൊണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരാളായിട്ട് പിന്നീട് മാറി. അങ്ങനെ പിന്നെ ഇതിന്റെ ഒരു ആവേശം നമുക്ക് വരാനുണ്ട്. ആ ആവേശത്തിൽ നിന്നാണ് അപ്പൊ പോലും പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകളോട് കഥയൊക്കെ പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഭംഗിയായിട്ട് നമ്മൾ പറയും. പക്ഷെ ഒരു വലിയൊരു ആൾക്കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു 5 10 പേരോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനെ മറികടന്ന ഒരു രീതിയാണ് പറയുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്തരം സിറ്റുവേഷനിലൂടെ ആളുകളെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ള ആളുകളും ആളുകളോട് പിന്നെ നട്ടല് നിവർന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ പ്രയാസമുള്ള ആളുകൾ, ഉള്ളിലുള്ള പല ആശയങ്ങളും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ ഒക്കെ ഉണ്ട്. ആ ആളുകളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അത്തരം വിഷയങ്ങളെ ഞാൻ ചൂസ് ചെയ്യായിരുന്നു. ഞാനിപ്പോ ഒരു തിരക്കഥയൊക്കെ വായിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അത് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അതിന് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ മാത്രം ഇരിക്കുമ്പോൾ ഞാൻ പറയും കുറച്ചുകൂടെ ആള് കൂടുതൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ 5 10 20 പേരുള്ള ഒരു ഗ്രൂപ്പിനോടൊക്കെ എനിക്ക് ഈസി ആയിട്ട് അത്രയും മോബിനോട് ഇരുന്നിട്ട് എനിക്ക് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പൊ കൂടുതൽ പക്ഷെ ഇഷ്ടമാകുന്നതിന് അപ്പുറത്ത് ഞാനത് പരിശീലിച്ചെടുത്തു എന്നുള്ളതാണ്. കൂടുതൽ സംസാരിച്ച് കഥാപാത്രങ്ങളെ സ്ക്രിപ്റ്റ് വായിച്ച് ശബ്ദത്തിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശബ്ദ ഉയർച്ച താഴ്ചകളൊക്കെ കൺട്രോൾ ചെയ്ത് ആ അന്തരീക്ഷത്തിൽ അപ്പൊ എനിക്ക് നല്ല അംഗീകാരം കിട്ടി. അങ്ങനെയുള്ള ഒരു വലിയൊരു ഒരു സ്വീകാര്യത കിട്ടിയ എനിക്കൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ നടൻ ശ്രീനിവാസനോടൊപ്പം ഒരു സിനിമ പ്ലാൻ ചെയ്തു. അതിന്റെ സംവിധായകൻ ജോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ. ആ സിനിമ പിന്നെ നടന്നില്ല, മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്. ആ സിനിമയുടെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഡിസ്കഷൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ശ്രീനേട്ടനുമായിട്ടും നല്ല അടുപ്പമുണ്ടെങ്കിലും ഈ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് ഇപ്പൊ അത് സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10 വർഷത്തിന് മേലെ. അപ്പോ ശ്രീനേട്ടനുമായിട്ട് ഇരുന്ന് ഈ കഥയുടെ ഡിസ്കഷൻ വന്നു ഒരു ഫൈനൽ രൂപമായി. അപ്പൊ തിരക്കഥ വായിക്കുമ്പോൾ ശ്രീനേട്ടന്റെ തിരക്കഥ വായിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് വായിക്കുക, തനിച്ച് വായിക്കണം. അപ്പൊ റോബിൻ അത് പറ്റില്ല, ഞാൻ വായിച്ചോളാം. ഞാൻ പറഞ്ഞു ശ്രീനേട്ടൻ ഞാൻ വായിച്ചുതരാം. അല്ല അത് ഞാൻ വായിച്ചോളാം. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൂടി ചെറിയൊരു തർക്കമായി. ഞാൻ പറഞ്ഞു ശ്രീനേട്ട എനിക്കൊരു താല്പര്യം ശ്രീനേട്ടന് മുന്നിൽ എനിക്കിത് അവതരിപ്പിക്കണം. സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുക, ഒരു തിരക്കഥ വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ച് അവർ കുറച്ച് മടിയുള്ള ആളുകളും കുറച്ച് ഈഗോ ഉള്ളവരുമാണ്. അപ്പൊ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി അത് മറ്റാരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അവരങ്ങോട്ട് മാറും. സ്വന്തം വായിച്ചോട്ടെ, സമാധാനമായി. എന്റെ കഥാപാത്രങ്ങളെയും എന്റെ എഴുത്തിനെയും ഇനിയിപ്പോ എന്തെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ എനിക്കത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അല്ല എന്നാണ് പൊതുവായിട്ടുള്ളത്. അങ്ങനെയാണ് കലാകാരൻ. അപ്പോ പക്ഷെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ശ്രീനേട്ടൻ എന്താണെന്നറിയില്ല, എന്റെ വല്ലാതെ നിർബന്ധം കാരണം ശ്രീനേട്ടൻ സമ്മതിച്ചിട്ട് 22 പേരുണ്ടായിരുന്നു ആ മുറിയില്. അപ്പൊ ആ ദിവസം എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ചെയ്തത് ഈ 22 പേരെയും ഞാൻ ഒരേപോലെ ഇങ്ങനെ ആ മുറിയില് ഞാനിങ്ങനെ പിടികൂടി. അവരുടെ മനസ്സ് ആദ്യം നമ്മളിങ്ങനെ പിടിക്കുക ചെയ്യുക. എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു മുറിയിലേക്ക് വരുമ്പോൾ ആ മുറിയിലേക്ക് നമ്മൾ വരുമ്പോഴാണോ അവിടെ പ്രകാശം ഉണ്ടാവുന്നത്, അതോ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോഴാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉയ്യോ വരുന്നുണ്ട് എന്റെ പൊന്നോ ഇങ്ങനെ പറയും. ഒരാൾ വരുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ എന്റെ പൊന്നോ എന്തു പറ്റി ആള്, ഇനിയിപ്പോ എപ്പോഴാണോ പോവുക, ചിലപ്പോ അതും കാണിക്കൂല, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും അല്ലേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആളുടെ പ്രസൻസ് അല്ലെ, സാന്നിധ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതേസമയം ഒരാൾ വരുന്നു, ആരാ വിളിച്ചത്, അത് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടോ, ആണോ, അയ്യോ പുള്ളി വരുന്നുണ്ട്, അയ്യോ ഞാനൊന്ന് പുള്ളിയെ കാണാനിരിക്കുകയായിരുന്നു. ആ വരുമ്പോ തന്നെ അയാളുടെ പ്രസൻസ്. അപ്പം ആ വരുമ്പോഴാണോ അതോ പോകുമ്പോഴാണോ ആ പ്രകാശം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ പ്രകാശം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ആ പ്രകാശം എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക, പ്രസൻസ് എന്ന് പറയുക. ആ മുറി നിറയെ ആ ഊർജ്ജം നമ്മൾ നിറയ്ക്കുക. ഈ വായന, ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ വായിക്കണം, 2-2.25 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഇന്റർവെൽ ആയപ്പം ഒരു സിഗരറ്റ് ഒക്കെ വലിക്കാനായി ശ്രീനേട്ടനും മറ്റൊരു കൂടെയുള്ളവരൊക്കെ പുറത്തേക്ക് പോയി. ആരും ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പൊ എനിക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇന്റർവെൽ കഴിഞ്ഞ് വായിച്ചു മുഴുവൻ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ അനക്കമുണ്ടായാൽ അപ്പം ഞാൻ അവരെ അങ്ങ് കോണ്ടാക്ട് ചെയ്യുക, അവരെ നോക്കും. ഇവിടുന്ന് ചെറിയൊരു അനക്കോ അസ്വസ്ഥ എന്തെങ്കിലും അവരുണ്ടായി സ്വാഭാവികമാണല്ലോ. 22 പേര് ഇരിക്കാന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കിയിട്ട് അവരെ നേരെ ആയിരിക്കും പിന്നെ ഈ വായന. കഥാപാത്രത്തിന്റെ അവരുടെ ശ്രദ്ധ അറ്റൻഷൻ കൊണ്ട് പിടിക്കും. അപ്പൊ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി പിടിക്കുന്നവരാണ്. അങ്ങനെ ഓരോരുത്തരെയും ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പിടിച്ച് അവിടെ മോഡുലേഷൻ ഒക്കെ കൂട്ടും, സൗണ്ട് ഒക്കെ കൂട്ടും. എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ എണീറ്റിട്ട് പറഞ്ഞു, ഒരു ഹിറ്റിന്റെ മണമുണ്ട് എന്ന്. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു, റോബിൻ ഇത് പറഞ്ഞപ്പോ എനിക്ക്
വായിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇത് വായിച്ചത് നന്നായി എന്ന് തോന്നുന്നു. ആ ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെനിക്ക് വലിയൊരു എൻ്റെ ജീവിതത്തിൽ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് കിട്ടിയ മറ്റൊരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വായിക്കുമ്പോഴൊക്കെ വലിയ ഒരു അംഗീകാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കുറേ നിരവധി അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ തിരക്കഥയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കൺഫേം ചെയ്ത് ഇത് ഓക്കെ ആണെന്ന് പറയും. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ചില നല്ല മിടുക്കരായിട്ട് ചില സംവിധായകരുണ്ട്. ഈ സംവിധായകരൊക്കെ കെ മധുവിനെ പോലുള്ള ആളുകൾ. അപ്പൊ അദ്ദേഹം മധുചേട്ടൻ ഈ എഴുത്തുകാരൻ ഇടുന്ന ഡിമാൻഡ് ചെയ്ത് എന്തെങ്കിലും സാധനം എടുക്കാനൊക്കെ വലിയ മിക്കവാറും പേരും അതെ എടുക്കാൻ നല്ല മിടുക്കരാണ്. അപ്പൊ മധുചേട്ടൻ, ഞാൻ പതാക എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുമ്പോൾ മധുചേട്ടൻ, റോബിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡയലോഗ് നീ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്ന് ചോദിക്കും. ഈ എവിടെയെങ്കിലും ഒന്ന് നോക്കിയാട്ടെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് മധുചേട്ടൻ എന്നാ ഈ ഡയലോഗ് അങ്ങ് മാറ്റിയാലോ? അതാ ഞാൻ പറഞ്ഞു, ഒന്ന് നോക്കി. അങ്ങനെ പറഞ്ഞു എന്ത് സംഭവിക്കും? ഈ സീൻ മുഴുവൻ ഞാൻ റീറൈറ്റ് ചെയ്യും. എന്റെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ തന്നെ റീറൈറ്റ് ചെയ്യും. റീറൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ സുരേഷ് ഗോപിയും മറ്റു ആർട്ടിസ്റ്റുകളും സായി കുമാറും ഷീലയും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെല്ലാം ഇങ്ങനെ തിരക്കഥ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയറിൽ ഇരുന്നുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ മുഖത്തേക്കൊക്കെ ഈ ലൈറ്റുകൾ ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ ഫുൾ ഫോക്കസ് ആണ്, ഹൈപ്പർ ഫോക്കസിലാണ് ഞാൻ ഇത് മുഴുവൻ എഴുതുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വെട്ടി ഇത് മുഴുവൻ എഴുതിയിട്ട് അവിടുന്ന് ഡയറക്ടറെ മാറിയിരുന്നിട്ടല്ല വായിക്കുന്നത്, അവിടെ ഇരുന്നിട്ട് അങ്ങ് വായിക്കും. അതായത് ഞാൻ എന്താണോ ഭയപ്പെടുന്നത് ആ കാര്യം ഞാൻ അങ്ങ് ചെയ്യും. എന്താണോ ഞാൻ ഭയപ്പെടുന്നത് ആ കാര്യം ഞാൻ കൃത്യമായി ചെയ്യാൻ അങ്ങോട്ട് തീരുമാനിക്കുക. അപ്പൊ പുറത്തു പോകുന്നില്ല, അവിടെ ഇരുന്നുകൊണ്ട് വായിച്ച് ഈ ആൾക്കാരെല്ലാം കംപ്ലീറ്റ് നോക്കി. കഥാപാത്രങ്ങളെ അവർക്ക് ഡയറക്റ്റായിട്ട് അവർ കാണുകയാണ്, കഥാപാത്രങ്ങളെ മുഴുവൻ കാണുകയാണ്. അങ്ങനെ ആ മുറി നിറയെ ഞാനിങ്ങനെ പറപ്പിച്ചുകൊണ്ട് എൻ്റെ ഉൾഭയങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും, എൻ്റെ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ ആൾക്കാർക്ക് കുറ്റം പറയാൻ സാധ്യതയുണ്ടോ, വിമർശന ഭയം, മറ്റുള്ളവർ ഈ ക്രിറ്റിസിസം എന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം. നമ്മളൊരു കാര്യം ചെയ്യാത്തതിന്റെ കാര്യം ആരെങ്കിലും എൻ്റെ ഏതെങ്കിലും കഴിവുകളെ വേണ്ടാന്ന് പറയുമോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുമോ? റിജക്ഷൻ വലിയൊരു പ്രശ്നമാണ്. അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വലിയ പാടാണ്. നമുക്ക് എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാം സന്തോഷകരമായ ഹാപ്പി ഹോർമോൺസ് മാത്രം കിട്ടിക്കൊണ്ടിരുന്നാൽ മതിയോ? പോരാ, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന അതാണ്. ഈ ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ കിട്ടിയാണ് അതിനൊരു നിലനിൽപ്പില്ല, അതിനൊരു ബേസ് ഇല്ലാതാവുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് വരണം. ഈ ചലഞ്ചസ് ആണ് ജീവിതത്തിന് നമുക്ക് എപ്പോഴും ഈ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടി, ആ വീഡിയോ ഒരുപക്ഷെ ഐശ്വര്യം കണ്ടിട്ടുണ്ടോ, ഒരു ചെറിയ പെൺകുട്ടി അവളെ ഹഡിൽസ് ചാടാനായിട്ട് അവളെ PT ടീച്ചർ പഠിപ്പിക്കുക, അധ്യാപകൻ പഠിപ്പിക്കുക. അപ്പൊ കുറെ കുട്ടികളുണ്ട് ഗ്രൗണ്ടിൽ. അപ്പൊ ഹഡിൽ ചാടാൻ വേണ്ടിയിട്ട് അവളെ ഇങ്ങനെ ചെറിയ ഒരു ഇത് വെച്ചു കൊടുത്തിട്ട് ചാടാൻ പറയുമ്പോൾ അവളിങ്ങനെ, അവൾക്കൊരു 12 വയസ്സോ 13 വയസ്സോ ഉണ്ടാവുള്ളൂ, 14 വയസ്സ്. അവളിങ്ങനെ നിന്നിട്ട് ഒരുപാട് തവണ പറയുന്നുണ്ട് ഈ അധ്യാപകൻ, ചാടൂ ചാടൂ ചാടൂ. അപ്പോൾ ഇങ്ങനെ അടുത്ത് വരും, ചാടാൻ നോക്കും, തിരിച്ചു വരും, പിന്നെ ചാടാൻ വരും, തിരിച്ചു വരും. അപ്പം മടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നിന്റെ മുന്നിൽ നീ വീഴുന്നുള്ള ഉറപ്പാണ്, നീ വീഴുന്ന ഉറപ്പായി പിന്നെ അങ്ങ് ചാടിയാ പോരെ, വീണോട്ടെ. അങ്ങനെ പറഞ്ഞ് ഈ കുട്ടിയുടെ ഒറ്റ ചാട്ടം നിന്ന നിപ്പില്. ആ നിന്ന നിപ്പ് ചാടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചാൽ അവളിങ്ങനെ ചുമ്മാ ചാടുവാണ്. അവൾക്ക് ആത്മവിശ്വാസമായി, തനിക്ക് അതിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസം. അപ്പൊ നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾസ് ആർ പവർ ജനറേറ്റേഴ്സ് എന്നാ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. എന്താണ്? പ്രതിസന്ധികൾ ഊർജോത്പാദകരാണ്. നമുക്ക് ആ ഏത് പ്രതിസന്ധിയും അതിൻ്റെ അകത്ത് ആ ചലഞ്ചസ് വരുമ്പോൾ ആ ചലഞ്ചസിന് നമ്മൾ മറികടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് എനിക്കിത് പറ്റിയല്ലോ, എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും. അപ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. നമ്മളെ തന്നെ അറിയാത്തതിൻ്റെ പേരിൽ നമുക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലായാൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. ടു നോ അവർ സെൽഫ് എന്നാണ്, നമ്മളെ തന്നെ അറിയുക, ഒരു അവയർനെസ് ആണത്. അപ്പം ഈ തരത്തിലുള്ള നിരവധി കാര്യങ്ങളിലൂടെ പരുവപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നന്നായി ഇങ്ങനെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏത് കാര്യവും പോയിട്ട് സാധിച്ച് അത്. എന്നാൽ ചില സ്ഥലത്ത് ചില കുഴപ്പങ്ങളുമുണ്ട്. അപ്പൊ അതും പരിഹരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് പലപ്പോഴും ആളുകൾക്ക് വേണ്ട ഒന്നാണല്ലോ, ഈ ഒരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഒത്തിരി ട്രെയിനർമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെയൊക്കെ സിനിമയുടെ സമാന്തരമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഈ പുത്തൻ കാര്യങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. നോളജിന് വേണ്ടിയാണ്. നോളജ് എവിടെ കിട്ടുമോ? ഇപ്പൊ ചൈനയിൽ നിന്നായാലും ഒരു ഇസ്ലാമിക് കോട്ടുണ്ട്, ചൈനയിൽ നിന്നായാൽ പോലും വിജ്ഞാനം ലഭിക്കുമെങ്കിൽ അവിടെ പോയി അത് നേടണമെന്നാണ്.
അക്കാലത്ത് ഖുറാനൊക്കെ പ്രചാരത്തിൽ വരുന്ന കാലത്ത് അറേബ്യൻ നാടുകളിൽ ചൈന എന്ന് പറയുന്നത് കടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചൈനയിൽ നിന്ന് പോലും എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പോലും നമ്മൾ വിജ്ഞാനം എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അറിവ് എന്ന് പറയുന്ന സാധനം നമ്മളെ അത്രത്തോളം നമ്മളെ എന്താ പറയുന്ന നമ്മൾക്കൊരു വിസ്ഡം തരും, വിജ്ഞാനം തരും അറിവ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ആ രീതിയിൽ ഞാനിങ്ങനെ സെൽഫ് ലേണിംഗ് അതിശക്തമാക്കി ഈ കുറേയധികം ട്രെയിനർമാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഡോക്ടർ പി വിജയൻ, സജീവ് നായർ, അങ്ങനെ നമ്പർ ഓഫ് ട്രെയിനേഴ്സ്, പുറത്തും അകത്തുമുള്ള പല ട്രെയിനറുകളെയും അവരെ കാണുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയി ഇവരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാനിങ്ങനെ നോക്കി കാണുകയായിരുന്നു ഇവരൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഈ സ്കില്ലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇമോഷണലി ആണ് ഞാനൊരു കഥാകാരനായതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോറി ടെല്ലിംഗ്, പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് നന്നായിട്ട് അത് പറയാൻ കഴിയും എന്ന ഒരു കാര്യം എനിക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐശ്വര്യയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഐശ്വര്യയുടെ എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഐശ്വര്യ എന്ന് പറഞ്ഞാൽ വ്യക്തിയെ എടുക്കുമ്പോൾ ഐശ്വര്യയിലെ എന്തിനെയാണ് ഐശ്വര്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്ന രീതി സംസാരിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സ്കില്ലുണ്ടെന്ന് പറയുന്നു. അപ്പൊ ആ സ്കില്ലില് ഐശ്വര്യയുടെ ആ സ്കില്ലിൽ സംസാരിക്കാൻ പറ്റുന്നതിൽ ഐശ്വര്യ ആ സംസാരിക്കുന്നതിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? സംസാരിക്കുന്നതിന്റെ സംസാരിക്കുന്നതിന്റെ അകത്ത് വാക്കുകളുണ്ട്, അതിന്റെ ശബ്ദവും താളവും അതിന്റെ ഭംഗിയുമുണ്ട്. 38% എന്നാ പറയുക നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാ പറയാ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം പറയുന്നത്, വാക്കുകൾ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ അതിൽ ഏതിനാ കൂടുതൽ ഇഷ്ടം? ഞാൻ ടോണ് ശ്രദ്ധിക്കാറുണ്ട്, ടൊണാലിറ്റി, സംസാരിക്കുന്ന ഒരു മോഡുലേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ആകത്തുക എന്താ ഒറ്റവാക്കി പറഞ്ഞാല് നമ്മള് ഐശ്വര്യയുടെ ശബ്ദത്തെ ഐശ്വര്യക്ക് ഇഷ്ടമാണ്. വളരെ വളരെ അപൂർവമായി കേൾക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ കേട്ടത്. അത് കൺഗ്രാജുലേഷൻ. കാര്യം എന്താ അറിയോ, 99% ആളുകൾക്ക് അവരുടെ ശബ്ദം ഇഷ്ടമല്ല, സ്വന്തം ശബ്ദം. ഞാൻ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കാര്യം അല്ല പറയുന്നത്, വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള പബ്ലിക്കിന്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ശബ്ദം അവർക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങൾ അറിയണമെങ്കിൽ ഒരു മെസ്സേജ്, ഏതെങ്കിലും ഒരു മെസ്സേജ്, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് നമ്മൾ അയച്ച മെസ്സേജ് രണ്ടാമത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ കേൾക്കും. ഞാനിതാ പറഞ്ഞത്, കേൾക്കും എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ ശബ്ദമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എനിക്ക് എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നിയാൽ, എവിടെയെങ്കിലും ചെറിയ സ്ക്രാച്ചോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ വളരെ അലേർട്ടും. വേറെ എന്തും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ എന്റെ ശബ്ദത്തെ ഒന്നും ബാധിക്കരുത്. ക്വാളിറ്റി ഉള്ള അതിനിങ്ങനെ പൊന്നുപോലെ നമ്മളിങ്ങനെ കൊണ്ടുനടക്കുക ആ ശബ്ദത്തെ. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ ശബ്ദത്തെ ശരീരവും എന്നാ പറയുക. അപ്പൊ അതിനെ ഇഷ്ടപ്പെടുക, അതിനെ പരിപാലിച്ചു കൊണ്ട് പോവുക, അത് ആളുകളോട് നല്ല രീതിയിൽ പറയാൻ പറ്റുക. അപ്പൊ എൻ്റെ ശബ്ദം ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യത നേടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ശബ്ദത്തെ ആളുകൾ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പൊ എൻ്റെ എഴുത്തിനെയൊക്കെ അംഗീകരിക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്കൊക്കെ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ, കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ധാരാളമായിട്ട് പ്രണയലേഖനങ്ങൾ ആളുകൾക്ക് എഴുതി കൊടുക്കുന്ന ആളായിരുന്നു. പ്രേമലേഖനം, സീരിയസ്ലി പ്രേമലേഖനം എഴുതി കൊടുത്തോണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ അങ്ങനെ എഴുതി തെളിഞ്ഞത് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രേമലേഖനങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് എഴുത്തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആള് എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ എനിക്കൊരു ലെറ്റർ എഴുതി തരണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലെറ്റർ എഴുതി കൊടുത്തു. ഈ ലെറ്റർ എഴുതി കൊടുത്തിട്ട് ആ ലെറ്റർ റിജക്ട് ചെയ്യപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ കൊടുത്ത ഒരു ലെറ്റർ റിജക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ എൻ്റെ ലെറ്റർ ആദ്യമായിട്ട് റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് അയാൾ എന്നെ അറിയിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട്, ഇത് നിങ്ങളെ റോബിനാണോ ഈ കത്ത് എഴുതിയത് എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വാക്കുകളെ പ്രണയിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു പക്ഷേ പണി എപ്പോഴും ഒന്ന് തന്നെയാണ്, അവിടെ ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ, അത് നമ്മൾ സ്വീകരിക്കപ്പെടുന്നു എന്ന ചിന്ത നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് സെൽഫായിട്ട് നമ്മൾ ഉയരുക. അപ്പൊ അത് ചാൾസ് ഡാർവിൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് നിങ്ങളുടെ വളർച്ചയിലെ സാംസ്കാരിക ശ്രേണിയിലെ ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും ഉയർന്നതുമായ ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ശരിയായ മൂല്യവത്തായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുന്നു എന്നത്. അത് വലിയ ഒരു നേട്ടം തന്നെയാണ്.
അതുപോലെ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ പഠിപ്പിക്കേണ്ടതുണ്ടോ? അതാണ് മെയിൻ ഫസ്റ്റ് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഈ ഒരു കോഴ്സിലേക്ക് റോബിൻജി കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംശയങ്ങളായിരിക്കുമല്ലോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക, സംസാരിക്കാനൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് റോബിൻജി കൊണ്ടുവന്നത്? സംസാരിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടോന്ന് വെച്ചാൽ പഠിപ്പിക്കേണ്ട കാര്യം ഇത് സ്കില്ലാ. നമുക്ക് ഒരു ടാലന്റ് എന്ന് നമ്മൾ പറയില്ല. ടാലന്റ് എന്താണ്? നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ടാലന്റ് എന്ന് പറയുന്നത്. ആ ടാലന്റിന് പകരം നമുക്ക് ഒരു കഴിവെന്ന് പറയുന്നത്, ഒരു സ്കിൽ എന്ന് പറയുന്നത് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. അപ്പം നിരന്തരമായി നമ്മുടെ കുട്ടികളൊക്കെ സംസാരിക്കാത്തതിന്റെ കാര്യം എന്താണ്? കുട്ടികളെ കേൾക്കാൻ ആളില്ല. അച്ഛനും അമ്മയും അവർക്ക് കേൾക്കാൻ സമയമില്ല. അപ്പൊ കുട്ടികൾ കേൾക്കാനുണ്ടാവുമ്പം അമ്മയും അച്ഛനും കുട്ടികൾ പറയുന്നത് കേൾക്കാനുണ്ടാവുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവര് പറയും. അവര് പറയുമ്പോൾ അവർ പറഞ്ഞപ്പോ ഐശ്വര്യയുടെ മകളുണ്ടെങ്കിൽ ഐശ്വര്യയുടെ മകള് അല്ലെങ്കിൽ ഐശ്വര്യയുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും ഐശ്വര്യ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യക്ക് പറയാൻ ഐശ്വര്യ പഠിക്കുക. ഇപ്പോൾ ഒരു പിന്നെ ഈ ഇന്റർവ്യൂവർ എന്ന നിലയ്ക്ക് ഐശ്വര്യ ഇപ്പൊ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഐശ്വര്യ ഇങ്ങനെ ആയി വന്നത്? എങ്ങനെയാ സംസാരിച്ച് പഠിച്ചത്? എക്സ്പീരിയൻസ് ആണ്, സ്കില്ലാണ്. ആദ്യം ഈ ജോലി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആദ്യം വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഞാനും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന എക്സ്പീരിയൻസ് കൊണ്ടാണ്, സ്കില്ലാണ്. അപ്പൊ അങ്ങനെ സ്കില്ലോടുകൂടി ഞാനത് പഠിച്ചെടുത്ത കാര്യം. ആളുകളോട് നമുക്ക് ഇങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും പറയാം. പക്ഷെ അത് ആളുകൾക്ക് സ്വീകാര്യമായ രീതിയിൽ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നല്ല ശരീരഭാഷ നിലനിർത്തിക്കൊണ്ട്, അടഞ്ഞ ശരീരഭാഷയ്ക്ക് പകരം തുറന്ന ശരീരഭാഷ നിലനിർത്തിക്കൊണ്ട്, നല്ല ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ട്, എവിടെയാണ് നോക്കേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആളുകൾക്ക് നോക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ല. എങ്ങനെയാണ് ചിരിക്കേണ്ടതെന്ന് അറിയില്ല. എവിടം കൊണ്ടാണ് ചിരിക്കേണ്ടതെന്ന് അറിയില്ല. കൈ എങ്ങനെയാണ് നന്നായി സമർത്ഥമായി ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആളുകളുമായിട്ട് ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസിലാണ് നിൽക്കേണ്ടത്, അകലം, സ്പേസ് മാനേജ്മെന്റ്, അങ്ങനെ തുടങ്ങി ശാസ്ത്രീയമായ ഒരു വലിയ കടലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പൊതുവേദിയിൽ കയറി സംസാരിക്കുന്നത് മാത്രമല്ല. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളൊക്കെ ധാരാളമായിട്ട് നമുക്കിടയിലുണ്ട്. നമുക്കിപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നതും പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന പരിപാടിയാണ്. 99 രൂപ മുതൽ 999 രൂപ മുതൽ അങ്ങനെ കിടക്കുകയാണ്. 2 ദിവസം കൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും, അവരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു മേഖലയാണത്. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കഴിവുകൾ, ശക്തിവിശേഷങ്ങൾ, നമ്മുടെ ഇൻഹിബിഷൻസ്, നമ്മുടെ ഭയങ്ങൾ, ഉൾഭയങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒരു മനുഷ്യനെ ശരാശരി നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നമ്മൾ വീഴുമോ എന്ന ഭയമാണ്, അല്ലെ? നമ്മൾ പ്രകൃതി ശക്തിയുള്ള ഭയമാണ് ഏറ്റവും കൂടുതലുള്ള ഭയം എന്ന് പറയുന്നത്. ദൈവത്തെ നമുക്ക് ഭയമുണ്ട്. മറ്റൊരു വലിയ ഭയമാണ് മരണഭയം എന്ന് പറയുന്നത്. ഒരടിത്തറയും ഇല്ലാതെ നമ്മൾ നേടിയ മതങ്ങൾക്കൊക്കെ അതിന് വലിയ പങ്കുണ്ട്. ഈ മരണം വരുമൊരു നാൾ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ നന്നായി ജീവിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. പക്ഷെ അത് മനുഷ്യന്റെ ഉള്ളിലുണ്ടാക്കുന്ന ഭയത്തിന്റെ വിത്ത് അസാമാന്യമാണ്. എന്നായാലും ഒരു ദിവസം പോവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിനേക്കാളൊക്കെ അതിഭീകരമായിട്ടുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം മനുഷ്യനെ അപകടത്തിൽ കൊണ്ട് ചാടിച്ചിട്ടുള്ള ഭയത്തിന്റെ പേരാണ് വിമർശന ഭയം എന്നത്. ഐശ്വര്യ ഒരു കാര്യം പറയുമ്പോൾ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ്. നിരവധി ലക്ഷണങ്ങളുണ്ട്. 10-32 വിഭാഗങ്ങളുണ്ട് വിമർശന ഭയത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആളുകളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നത്, ആളുകളോട് സംസാരിക്കാൻ പേടിക്കുന്നത്, ഞാൻ അന്തർമുഖനാണെന്ന് സ്വയം തന്നെ നമ്മൾ ഒരു ലേബൽ അടിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നത്, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആശയങ്ങളുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നത്, അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അതല്ലെങ്കിൽ പല വിധത്തിലാണ് വിമർശന ഭയം നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. നമ്മളെ ജീവിതത്തിന്റെ വളർച്ചയെ പലപ്പോഴും നമ്മളെ അത് തടയുന്നുണ്ട്. ഞാനിങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, എന്തുകൊണ്ട് നീ ഒന്നും പറഞ്ഞില്ല, എന്തായിരുന്നു അപ്പോൾ അഭിപ്രായം പറയാത്തത്, എനിക്ക് പറഞ്ഞുകൂടായിരുന്നു, അല്ല അത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഒരു പാസീവ് നേച്ചർ ലൈനിൽ ഇങ്ങനെ ഇരിക്കുവോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈ കുഴപ്പമാവുമായിരിക്കും. കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞാൽ വിമർശിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു സേഫ് മോഡിലേക്ക് നമ്മൾ മാറിയിരിക്കുക. അപ്പൊ നമുക്ക് ആ ഭയങ്ങൾ ഇല്ലാതാകണം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി കോഴ്സ് 360 ഡിഗ്രിയിലാണ് പഠിപ്പിക്കുന്നത്. അതിലൊരു ബേസിക് 1 മന്ത് നീണ്ടു നിൽക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉൾഭയങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉൾഭയങ്ങൾ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമുക്ക് ആരാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. നമ്മുടെ കഴിവിനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. എനിക്കിതൊക്കെയാണ് എൻ്റെ കഴിവുകൾ. ഈ കഴിവുകൾ എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യനോട്, ചുറ്റുമുള്ള മനുഷ്യരോടൊക്കെ എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ ഇഷ്ടമുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യയുടെയും എൻ്റെയും ഒക്കെ വികാരങ്ങളിൽ, ഇമോഷൻസിൽ ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വികാരം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? സന്തോഷമാണ്, അല്ലെങ്കിൽ പുഞ്ചിരിയാണ്. അതാണ് നമ്പർ 1. അത് 100% അഡ്രസ്സ് ചെയ്യപ്പെടും. അപ്പൊ ആ 100% അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആ വികാരത്തെ എങ്ങനെയാണ് നന്നായി പ്രകടിപ്പിക്കാൻ പറ്റുക? ഒരാൾക്ക് നേരെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുക. അത് ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൃത്രിമ ചിരിയും ചിരിച്ചു കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം മുഴുവൻ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ അടക്കമുള്ള ബിഹേവിയർ, നന്നായി ബിഹേവ് ചെയ്യാൻ, അതിലൂടെ സക്സസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമഗ്രമായ കോഴ്സാണ്. അപ്പൊ അത് ഓൺലൈനാണ് പഠിപ്പിക്കുന്നത് കാര്യമായിട്ടും. അത് ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇമോഷൻ സ്റ്റോറീസും ഒക്കെ വെച്ചുകൊണ്ട്, നല്ല രസകരമായ എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ആളുകൾക്ക് തീർച്ചയായിട്ടും ആ കോഴ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതെ. അപ്പം ഈ നമ്മുടെ ഇപ്പം എല്ലാവർക്കും അറിയാം, റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്തൊരു കാലഘട്ടത്തിലൂടെ ഇപ്പം അറ്റൻഷൻ സ്പാൻ എല്ലാവരുടെയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.